ഓം ശാന്തി. 14/1/2014. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾക്കിപ്പോൾ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകുന്നതിനുള്ള ആശ്രയം ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ അച്ഛനെ ഓർമ്മിച്ച് പാവനമായി കർമാതീതമായി മാറി തന്റെ ശാന്തിധാം വീട്ടിലേക്ക് പോകും. ചോദ്യം: ബാബയുടെ സ്നേഹത്തോടെയുള്ള ലാളന ഏതു കുട്ടികൾക്കാണ് ലഭിക്കുന്നത്? അച്ഛനെ എങ്ങനെ പ്രത്യക്ഷമാക്കും? ഉത്തരം: ഏതു കുട്ടികളാണോ വളരെ വിശ്വസ്തരും സർവീസബിളും അതിമധുര സ്വഭാവമുള്ളത്, ആർക്കും ഒരിക്കലും ദുഃഖം നൽകാത്തവർ, അങ്ങനെയുള്ള കുട്ടികൾക്ക് അച്ഛന്റെ സ്നേഹത്തോടുകൂടിയ ലാളന ലഭിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്ക് പരസ്പരം വളരെ സ്നേഹമുണ്ടാകുമ്പോൾ, ഒരിക്കലും തെറ്റുകൾ സംഭവിക്കാതിരിക്കുമ്പോൾ, വായിൽ നിന്ന് ദുഃഖം നൽകുന്ന വാക്കുകൾ വരാതിരിക്കുമ്പോൾ, സദാ ആത്മീയ സഹോദരങ്ങളെ പ്രതി ആത്മീയ സ്നേഹമുണ്ടാകുമ്പോൾ ബാബയെ പ്രത്യക്ഷമാക്കാൻ കഴിയും. ഗീതം: ഞങ്ങൾക്ക് ആശ്രയം നൽകുന്ന ഭഗവാനെ. ഓം ശാന്തി. ഈ ഗീതം കുട്ടികൾ പലതവണ കേട്ടിട്ടുണ്ട്. കുട്ടികൾക്കറിയാം, വീണ്ടും വീണ്ടും ജനന മരണങ്ങളിൽപ്പെട്ട് നമ്മൾ എത്ര അലഞ്ഞു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഒരു ശരീരം വിട്ട് അടുത്തതെടുത്തു. സുഖധാമത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ ഒരു ശരീരം ഉപേക്ഷിച്ചടുത്തത് എടുത്തിരുന്നു. ഇപ്പോൾ അച്ഛൻ സന്തോഷത്തോടെ ശരീരം ഉപേക്ഷിക്കുന്നതിനായി പഠിപ്പിക്കുകയാണ്. കുട്ടികൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ പരംധാമത്തിൽ നിന്നും വന്നവരാണ്. ആത്മാക്കളായി നമ്മളിവിടെ വന്നത് പാർട്ടഭിനയിക്കാനാണ്. ആദ്യം ആത്മാവിൽ നിശ്ചയം വേണം. ആത്മാവായ ഞാൻ അവിനാശിയാണ്. കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തന്നു കഴിഞ്ഞു, നമുക്ക് ആശ്രയം നൽകാൻ ഒരേയൊരു ബാബയ്ക്കേ കഴിയൂ. ഈ അച്ഛനെ സ്നേഹത്തോട് ഓർമ്മിച്ചാൽ വളരെയധികം നമുക്ക് സന്തോഷം കിട്ടും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിൽ വസിച്ചിരുന്നവരാണ്. അവിടെ നിന്ന് ആദ്യം വന്നത് സുഖധാമത്തിലേക്കാണ്. അച്ഛൻ ഇപ്പോൾ നിങ്ങൾക്ക് ആശ്രയം നൽകി കഴിഞ്ഞിരിക്കുന്നു. കുട്ടികളെ, നിങ്ങളുടെ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകാനുള്ള സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആത്മാക്കളായ നമുക്ക് ഒരു ശരീരം ഉപേക്ഷിച്ച് രണ്ടാമതൊന്ന് എടുക്കുന്നു. ഈ കാര്യത്തിൽ നിശ്ചയം വന്നു. ആത്മാവിന് കിട്ടിയിരിക്കുന്നത് അവിനാശിയായ പാർട്ടാണ്. 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കണം. അച്ഛൻ കുട്ടികളോട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ കാര്യങ്ങൾ ബാബയ്ക്കല്ലാതെ നിങ്ങൾക്ക് ഈ ജ്ഞാനം മറ്റാർക്കും പറഞ്ഞുതരാൻ കഴിയില്ല. പുരുഷോത്തമ സംഗമയുഗത്തിലാണ് ഉത്തമ പുരുഷനായി മാറാൻ ബാബ ഈ വഴി പറഞ്ഞിരുന്നത്. ആത്മാവിന് ഒരു ഭയവും ഉണ്ടാകരുത്. നമ്മൾ വളരെ ഉയർന്ന പദവി നേടുകയാണ്. എല്ലാ ജന്മങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇത് നിങ്ങളുടെ അവസാന ജന്മമാണ്. ആത്മാവിന് മനസ്സിലായി നമുക്ക് ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകുന്നതിനായി ബാബയിൽ നിന്ന് ആശ്രയം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി പോകണം. പക്ഷേ ഈ ജ്ഞാനം ലഭിക്കുന്നത് ആത്മാവ് പതിതമായിരിക്കുന്ന സമയത്താണ്. ആത്മാവിന്റെ ചിറക് ഒടിഞ്ഞുപോയിരിക്കുകയാണ്. മായയാണ് ചിറകുകളെ ഒടിച്ചത്. അതിനാൽ ഈ ഒടിഞ്ഞ ചിറകുമായി തിരിച്ചു പോകാൻ കഴിയില്ല. അതിനുവേണ്ടി തീർച്ചയായും പാവനമാകണം. നിങ്ങൾ ശാന്തിധാമത്തിൽ നിന്ന് ഇവിടേക്ക് വന്നു. ഇപ്പോൾ തിരിച്ച് ആത്മാവിന് തനിയെ പോകാൻ കഴിയില്ല. എല്ലാവർക്കും ഇവിടെ അവരവരുടെ പാർട്ട് അഭിനയിക്കണം. വളരെ ഉയർന്ന കുലത്തിലെ ആത്മാക്കളാണ് നമ്മൾ. ഇപ്പോൾ വീണ്ടും ആ ഉയർന്ന കുലത്തിലേക്കുള്ള രാജ്യഭാഗ്യം ബാബ തരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ പഴയ ശരീരം കൊണ്ട് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ലല്ലോ. അവിടെ പോകുമ്പോൾ പുതിയ ശരീരം കിട്ടും. ഇപ്രകാരം ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണം. ബാബ നമുക്ക് നമ്മുടെയും ബാബയുടെയും പരിചയം തന്നു. രചനയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യവും മനസ്സിലാക്കി തന്നു. അതായത് ആത്മാവാണ് സദോ പ്രധാനം, സദോ രജോ തമോ അവസ്ഥയിലേക്ക് വരുന്നത്. ഇപ്പോൾ വീണ്ടും നമുക്ക് ആത്മാഭിമാനിയായിട്ട് മാറണം. ആത്മാവിന് പാവനമാകണം. ബാബ പറഞ്ഞു തന്നു കഴിഞ്ഞു, മക്കളെ എന്നെ മാത്രം ഓർമ്മിക്കൂ. മറ്റാരെയും നിങ്ങൾക്ക് ഓർമ്മിക്കേണ്ടതില്ല. ധനം, സമ്പത്ത്, വീട്, കുട്ടികൾ ഇവയിലേക്ക് ബുദ്ധി പോയാൽ കർമാതീത അവസ്ഥയിലെത്താൻ കഴിയില്ല. പിന്നീട് പദവി കുറഞ്ഞു പോകും, ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ആത്മാക്കൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. പാവനമായാലേ തിരിച്ചു പോകാൻ കഴിയൂ.
പാവനമാക്കി മാറ്റാനാണ് അച്ഛൻ വന്നിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി അച്ഛനെ ഓർമ്മിച്ച് വികർമ്മഭസ്മമാക്കിക്കൂടാ? സ്വയം ഓർമ്മിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ ജ്ഞാനം പോയി തട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ബാബ വിചാരസാഗര മഥനം ചെയ്യണം. അതിരാവിലെ എഴുന്നേറ്റ് ജ്ഞാനത്തിന്റെ ചിന്തന നന്നായി നടത്തണം. എന്തുകൊണ്ടെന്നാൽ അതിരാവിലെ സമയം ബുദ്ധി ശുദ്ധമായിരിക്കും, ഉന്മേഷമുള്ളതായിരിക്കും. ഭക്തിയിലും അതിരാവിലെ സമയം ആണ് ഉപയോഗിക്കുന്നത്. പറയാറുണ്ടല്ലോ, അതിരാവിലെ സമയം രാമനെ സ്മരിക്കൂ. ഭക്തി മാർഗത്തില് എല്ലാവരും പാടാറുണ്ട്. പക്ഷേ ഈ സമയത്ത് ജ്ഞാനമാർഗത്തിൽ അച്ഛൻ വന്ന് കുട്ടികൾക്ക് നിർദ്ദേശം തന്നു കഴിഞ്ഞു, അതിരാവിലെ ഉണർന്ന് എഴുന്നേറ്റിരുന്ന് എന്നെ ഓർമ്മിക്കൂ. സത്യയുഗത്തിൽ ആരും ഈശ്വരനെ ഓർമ്മിക്കില്ല. ഇതും ഡ്രാമയിലടങ്ങിയതാണ്. ഈ സമയത്താണ് അച്ഛൻ വന്ന് ഭക്തിയുടെ ജ്ഞാനത്തിന്റെ രഹസ്യം കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾക്ക് ഇതൊന്നും അറിയുമായിരുന്നില്ല. ആ സമയത്ത് കല്ലുബുദ്ധികളായിരുന്നു നിങ്ങൾ. സത്യയുഗത്തിൽ ആരും ബാബയെ വിളിക്കില്ല. ഇപ്പോഴാണ് എല്ലാവരും ഭഗവാനോട് പറയണേ, എനിക്ക് നല്ല ബുദ്ധി തരണേ. ഭക്തി മാർഗത്തിൽ ഭഗവാന്റെ മഹിമ പാടിയിരുന്നു. പക്ഷെ ഇപ്പൊ ബാബ സ്നേഹത്തോടുകൂടി മക്കളോട് പറയണം, പരിധിയില്ലാത്ത അച്ഛനെ നിങ്ങൾ മറന്നു. അരക്കൽപ്പത്തേക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നിങ്ങൾക്ക് തരാൻ ഞാനാണ് വന്നിരിക്കണേ. നിങ്ങളെക്കൊണ്ട് പരിധിയില്ലാത്ത സന്യാസം ചെയ്യിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇപ്പോഴീ പഴയ ലോകം പരിധിയില്ലാത്തൊരു ശവപ്പറമ്പാകും. ഇതും ബാബയാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ നശിക്കാൻ പോകുന്ന സാധനത്തിനെ എന്തിനാ നിങ്ങൾ ഓർമ്മിക്കണേ? ഈ പതിത ലോകത്തിൽ നിന്ന് രക്ഷിച്ച് ബാബ നിങ്ങളെ പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് നിങ്ങളെന്നെ വിളിച്ചുവല്ലോ. പതിത ലോകത്തിൽ മനുഷ്യർ കോടിക്കണക്കിനുണ്ട്. പക്ഷെ പാവന ലോകത്തിലെ ജനസംഖ്യ വളരെ കുറവായിരിക്കും. കാലന്റെയും കാലൻ മഹാകാലനെന്നാണല്ലോ ശിവഭഗവാന്റെ മഹിമ. ഭക്തർ ഭഗവാനെ വിളിച്ചിരുന്നു ഭക്തിയില്. ഇപ്പൊ ഭക്തിയുടെ ഫലം നൽകാൻ ഞാൻ വന്നിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഭക്തി ചെയ്ത് വളരെ ക്ഷീണിച്ചു. അരക്കൽപ്പത്തെ ശീലമുണ്ട് ഭക്തിയുടെ. അതുകൊണ്ട് അതിൽ നിന്ന് മുക്തമായി പുറത്തു വരണമെങ്കിൽ നല്ല പരിശ്രമം വേണം. ഇതും ഡ്രാമയിലടങ്ങിയ കാര്യങ്ങളാ. മക്കൾ പുരുഷാർത്ഥം ചെയ്യുന്നത് സംഖ്യാക്രമം അനുസരിച്ചാണ്. അതുകൊണ്ട് കർമാതീത അവസ്ഥയിലെത്തുന്നതും നമ്പർ വാറായിട്ട് തന്നെയാണ്. പക്ഷെ കൽപ്പം മുമ്പ് നടന്നതുപോലെയെല്ലാം നടക്കും, വിനാശവും ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ താമസിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. കഴിക്കാൻ ആഹാരസാധനങ്ങളില്ല. പിന്നെന്ത് കഴിക്കും എല്ലാവരും? അമേരിക്കയിലും പറയുന്നു, കോടിക്കണക്കിന് മനുഷ്യർ വിശന്ന് മരിക്കും. പ്രകൃതിക്ഷോഭങ്ങൾ വരും. യുദ്ധം ആരംഭിച്ചാൽ ധാന്യങ്ങളൊക്കെ എവിടുന്ന് വരാനാണ്? യുദ്ധങ്ങളും വളരെ ഭയാനകരമായിരിക്കും. എന്തെല്ലാം ആയുധങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ അതെല്ലാം എല്ലാവരും പുറത്തെടുക്കും. പ്രകൃതിക്ഷോഭങ്ങളും നശീകരണത്തിനെ സഹായിക്കും. അതിനു മുമ്പ് എന്റെ മക്കൾ കർമാതീത അവസ്ഥയിലെത്തണം. കറുത്തതിൽ നിന്ന് വെളുത്തവരാകണം. കാമവികാരത്തിന്റെ ചിതയിലിരുന്നാണ് നിങ്ങൾ കറുത്തുപോയത്. ഇപ്പൊ അച്ഛൻ നിങ്ങളെ സുന്ദരന്മാരാക്കി വെളുത്തവരാക്കാൻ വന്നിരിക്കുകയാണ്. ആത്മാക്കളെല്ലാവരും ഇരിക്കുന്ന നിവാസസ്ഥാനം ഒന്നു തന്നെയാണ്. അവിടെ നിന്ന് ഇവിടെ എത്തി നിങ്ങൾ പാർട്ടഭിനയിക്കുകയാണ്. ഇപ്പൊ രാമരാജ്യവും മറികടന്നു, രാവണരാജ്യവും മറികടന്നു, പൂർത്തിയായി. അതുകൊണ്ട് അച്ഛൻ പറയുകയാണ്, മക്കളെ, ഇത് പഴയ ലോകത്തിന്റെ അവസാന സമയമാണ്. ഈ അവസാന സമയത്താണ് ഞാൻ വരുന്നത്. എപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുന്നോ അപ്പോൾ ഞാൻ വരും. അപ്പോൾ തീർച്ചയായും പഴയ ലോകത്തിന് വിനാശം ഉണ്ടാകുക തന്നെ ചെയ്യും. ഇങ്ങനെ പറയാറുണ്ടല്ലോ, വേട്ടക്കാരന് സന്തോഷവും പക്ഷേ വേട്ടയാടിയ മൃഗത്തിന് പ്രാണവേദനയും. അപ്പോ ഇതിന്റെ അർത്ഥം കുട്ടികൾ മനസ്സിലാക്കണം. അതായത് വിനാശപ്രക്രിയയിൽ എല്ലാവർക്കും ദുഃഖം ഉണ്ടാവും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണം. കാരണം നിങ്ങൾക്കറിയാം ഈ വിനാശം നടക്കുന്നതും പുതിയ ലോകത്തിന്റെ വരവിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ബാബയുടെ ശ്രീമതം അനുസരിച്ച് നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകില്ല. ഇപ്പൊ മക്കൾ അറിഞ്ഞിരിക്കണം, നമുക്ക് ഈ ശരീരം വിട്ട് അമരപുരിയിലേക്ക് പോകണം. നിങ്ങളുടെ പേര് തന്നെ ശിവശക്തികളെന്നാണ്. പ്രജാപിത ബ്രഹ്മാവിന്റെ മക്കളായതുകൊണ്ട് ബ്രഹ്മകുമാർ, ബ്രഹ്മകുമാരി എന്നറിയപ്പെടുന്നു. ശിവബാബയുടെ മക്കളാണ് നിങ്ങൾ. അതുകൊണ്ട് പരസ്പരം സഹോദരി സഹോദരന്മാരാണ്. പ്രജാപിത ബ്രഹ്മാവിലൂടെയാണ് ബാബ നിങ്ങളുടെ രചന നടത്തുന്നത്. ബ്രഹ്മബാബ മുതുമുത്തശ്ശനാണ് സൃഷ്ടിക്ക്. അതിനാൽ അച്ഛനിരുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, ആത്മാവ് തന്നെയാണ് ഈ ശരീരത്തിലൂടെ എല്ലാ കർമ്മവും ചെയ്യുന്നത്. ഒരാള് അടിച്ചു വരുത്താൻ ശരിക്കും പറഞ്ഞാൽ ആ അടിയുടെ വേദന അനുഭവിക്കുന്നത് ആത്മാവാണ്. ആത്മാവ് പറയും, ഞാൻ ഈ ശരീരം കൊണ്ട് ഇന്ന ആത്മാവിന്റെ ശരീരത്തെ അടിച്ചു.
കുട്ടികൾ പോലും കത്തെഴുതാറുണ്ട്, ബാബ, ആത്മാവായി ഞാൻ ഈ ശരീരത്തിലൂടെ ഇന്ന തെറ്റ് ചെയ്തു. ബാബ പറയണം, മക്കളെ, തെറ്റുകളിൽ നിന്ന് മുക്തമാകണമെങ്കിലും പരിശ്രമം വേണം. ജ്ഞാനത്തിന്റെ ചിന്തന നല്ലതുപോലെ നടക്കണം. ഭായിമാർക്ക്, അതായത് പുരുഷന്മാർക്ക് വളരെ എളുപ്പമാണ്. മുംബൈയിലെല്ലാം അതിരാവിലെ എഴുന്നേറ്റ് എത്ര പേരാണ് ചുറ്റിക്കറങ്ങാൻ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്കാണെങ്കിലോ ഏകാന്തതയിലിരുന്ന് ജ്ഞാനത്തിന്റെ ചിന്തനം ചെയ്യണം. ബാബയുടെ മഹിമ സ്മരിച്ചുകൊണ്ടിരിക്കൂ. ബാബ, അങ്ങയുടെ ഓരോ കാര്യങ്ങൾ എത്ര അത്ഭുതകരമാണ്. ദേഹധാരികളുടെ മഹിമ പാടരുത്. വിദേഹിയായ ഉയർന്നയിലുയർന്ന ഭഗവാനെയും ഭഗവാന്റെ മഹിമയെ സ്മരിക്കണം. ബാബയ്ക്ക് സ്വന്തമായി ശരീരമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഈ സാധാരണക്കാരന്റെ ശരീരത്തിൽ വന്നിരിക്കുകയാണ്. പക്ഷെ ബ്രഹ്മബാബയ്ക്ക് തന്റെ പൂർവ്വജന്മങ്ങളെക്കുറിച്ച് അറിയുമായിരുന്നില്ല, നിങ്ങൾക്കും അറിയുമായിരുന്നില്ല. ഇപ്പോൾ ബാബ, ശിവ് ബാബ ബ്രഹ്മബാബയിലൂടെ ഈ ജ്ഞാനം നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇവിടെ അച്ഛനെ ഓർമ്മിക്കുമ്പോൾ നിങ്ങൾ ആത്മാക്കൾക്ക് സന്തോഷമുണ്ടാകും. ആത്മാവാണെന്ന നിശ്ചയം എപ്പോഴാണോ വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണുമ്പോഴും ആത്മാവിനെ കാണാൻ കഴിയുകയുള്ളൂ. ആത്മബോധത്തിൽ മറ്റുള്ളവരെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വികാരത്തിന്റെ കാര്യവും നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ബാബ, മക്കളെ, അശരീരി ഭവ. അശരീരി സ്ഥിതിയിൽ വന്നാൽ നിങ്ങളുടെ ഉള്ളിൽ വികാരി ചിന്തകൾ വരില്ല. ശരീരത്തെ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾ വികാരങ്ങളിൽ വീണുപോകുന്നത്. യഥാർത്ഥത്തിൽ നോക്കേണ്ടത് ആത്മാവിനെയാണ്. നമ്മൾ ആത്മാക്കളാണ്, ഈ പാർട്ട് അഭിനയിക്കുകയാണ്. അശരീരിയാകാൻ അച്ഛൻ ആജ്ഞ തന്നു കഴിഞ്ഞു. എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം ഇല്ലാതാകും. ഓർമ്മയുടെ യാത്രയിലൂടെ സമ്പാദ്യവും ഉണ്ടാകും. അതിരാവിലെയുള്ള സമയം വളരെ നല്ലതാണ്. ബാബയെ അല്ലാതെ മറ്റാരെയും നോക്കുക പോലും ചെയ്യരുത്. ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം, അതാണ് നിങ്ങളുടെ പ്രഥമമായ ലക്ഷ്യം. അതായത് മന്മനാഭവയാകണം, മധ്യാജീഭവയാകണം. ഇതിന്റെ അർത്ഥം പോലും പക്ഷെ ആർക്കും അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഭക്തിമാർഗത്തില് കുടുംബജീവിത മാർഗമാണ്. ഇവിടെ ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികളോട് കുടുംബം വിട്ട് കാട്ടിൽ പോണമെന്നൊന്നും പറയുന്നില്ലല്ലോ. ബാബ എന്താ പറയണത്? കുടുംബത്തിലിരിക്കൂ, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, പവിത്രമായിട്ട് ജീവിക്കൂ. ഇപ്പൊ ബാബ കുട്ടികളോട് പറയാണ്, കുടുംബത്തിലുള്ളവര് കുടുംബമൊക്കെ വിട്ടിട്ട് കാട്ടിൽ പോയിട്ട് എന്ത് ഭക്തി ചെയ്യാനാണ്? അതുകൊണ്ട് ബാബ പറയണത്, മുമ്പ് അവർ സദോ പ്രധാനമായിരുന്നു. ആ സമയത്തെല്ലാം പണ്ട് വീടൊക്കെ വിട്ടിട്ട് കാട്ടിൽ പോയിരുന്ന് തപസ്യ ചെയ്തവരുടെ അടുത്ത് എല്ലാം എത്തിയിരുന്നു അവർക്ക് വേണ്ടതെല്ലാം. ഇപ്പൊ നോക്കൂ, ബാബ പറയണ കാടുകളിൽ പോലും കുടിലുകളൊക്കെ കാലിയാണ്. കാരണം തമോപ്രധാനമായിട്ട് മനുഷ്യാത്മാക്കൾ മാറിയതിനാൽ കാട്ടിൽ പോയിരുന്നാലും അവരുടെ അടുത്തേക്കൊന്നും വരുന്നില്ല. ഇപ്പൊ ബാബ പറയണേ, ഇവിടെ ഈ സമയത്ത് കോടിപതികൾ ധാരാളമുണ്ട്. പക്ഷെ മക്കൾക്ക് ഓർമ്മ വേണം, ഈ കാണുന്ന കോടികളെല്ലാം നശിക്കാൻ പോകുന്നതാണ്. ഇത്രയും സ്വർണം കൊണ്ട് വീടുണ്ടാക്കാൻ കഴിയും എന്ന് വിചാരിച്ചിരിക്കുന്നവർ പോലും ഉണ്ട്. പക്ഷെ കഴിക്കാനുള്ള ധാന്യം പോലും കിട്ടാത്ത അവസ്ഥ ഇവിടെയുണ്ട്. അവിടെയാണെങ്കിലോ സത്യയുഗ സമയത്ത് ബാബ പറയണേ, അവിടെ നിങ്ങൾക്ക് ഭൂമിയും കടലും എല്ലാം നിങ്ങളുടേതാണ്. അവിടെ ഭോജനം വളരെ ശുദ്ധമായിരിക്കും. ഇവിടെയാണെങ്കിൽ നോക്കൂ, മൃഗങ്ങളെ പോലും ആൾക്കാര് പാകപ്പെടുത്തി കഴിക്കുകയാണ്. പക്ഷെ സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. അതിനാൽ കുട്ടികൾ ബാബയ്ക്ക് വളരെയധികം നന്ദി പറയണം. ഞാൻ അച്ഛനെ അറിഞ്ഞു, പിന്നീട് മറ്റുള്ളവരോടും പറയണം, ബാബ വന്നിട്ടുണ്ട്. ഒരു സാധാരണ വൃദ്ധശരീരത്തിൽ പ്രവേശിച്ച് വാനപ്രസ്ഥ അവസ്ഥയിലിരുന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ തയ്യാറാക്കുകയാണ്. ബാബയുടെ ഈ പാർട്ടും നിയമിതമാണ്. ഇതെല്ലാം ബാബ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്ന് ധാരണ ചെയ്യിക്കുന്നു. നിങ്ങൾ പോയി മറ്റുള്ളവരെ കൊണ്ട് ധാരണ ചെയ്യിക്കണം. ഇപ്പോൾ നമുക്ക് ഇത്രയധികം സന്തോഷം ഉണ്ടാകണം. ബാബയുടെ ആശ്രയം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. കുട്ടികളിലും മനസ്സിലാക്കണം, ആത്മാവ് ഭ്രൂമധ്യമാകുന്ന സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെയാണ് ആത്മാവ്. പരംപിത പരമാത്മാ ശിവ ബാബയും തിളങ്ങുന്ന ഒരു നക്ഷത്രത്തിന് സമാനാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് പറയാറില്ല ശാസ്ത്രങ്ങളിലൊന്നും. ബാബ പറയണ ആത്മാവ് തിളങ്ങുന്നുണ്ട്. ആത്മാക്കൾ സഹോദരങ്ങളാണ്. അതുകൊണ്ട് പറയാറുണ്ടല്ലോ, ഹിന്ദുസ്ഥാനിയും പാകിസ്ഥാനിയും ബൌദ്ധിയുമെല്ലാം ഭായി ഭായിയാണെന്ന് പറയും. പക്ഷെ സഹോദരൻ എങ്ങനെയാകുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. ആത്മീയ സഹോദരങ്ങളാണെങ്കിൽ ബാബ ചോദിക്കുന്ന എത്രത്തോളം ആത്മീയ സ്നേഹം നിങ്ങൾക്കുണ്ടായിരിക്കണം. സത്യുഗത്തിൽ മൃഗങ്ങൾക്കിടയിൽ പോലും വളരെ
സ്നേഹമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ സഹോദരാത്മാക്കൾക്ക് തമ്മിൽ എത്രത്തോളം സ്നേഹം വേണം. പക്ഷെ ദേഹാഭിമാനത്തിൽ വരുന്നത് കാരണം പരസ്പരം ബുദ്ധിമുട്ടുകൾ നൽകുന്നു, പിന്നീട് പരസ്പരം നിന്ദയും ചെയ്യുന്നു. ഈ സമയത്ത് കുട്ടികൾക്ക് പാൽക്കടല് പോലെയായി മാറണം. അങ്ങനെയുള്ള സ്വഭാവമായിരിക്കണം നിങ്ങളുടേത്. അതിനാൽ ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യൂ. എന്റെ സ്വഭാവം പാല് പോലെ മധുര സ്വഭാവമുള്ളതായിട്ട് മാറണം. ഇപ്പം മാറിയാലേ 21 ജന്മം എന്നില് ഈ മധുര സ്വഭാവം നിലനിൽക്കൂ. അഥവാ തലകീഴായ വാക്കുകൾ പറയുന്ന ശീലമുണ്ടെങ്കിൽ ഉടനെ സോറി പറയണം. കാരണം വളരെ മധുരമായി സംസാരിക്കണം. ഈ ആജ്ഞ അച്ഛൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ വായിൽ നിന്ന് അബദ്ധവാക്കുകൾ പറഞ്ഞാൽ ആരോട് പറഞ്ഞോ അവരോട് പറയണം, എന്നോട് ക്ഷമിക്കൂ. ആര് ബാബയുടെ ആജ്ഞയെ അനുസരിക്കുന്നില്ലയോ അവരെ ഭഗവാന്റെ ആജ്ഞയെ ലംഘിക്കുന്നവർന്നേ പറയാൻ കഴിയുകയുള്ളൂ. ബാബയുടെ ആജ്ഞയാണ് മക്കളെ, നിങ്ങൾ ആർക്കും ദുഃഖം കൊടുക്കരുത്. ബാക്കി ബാബയ്ക്കറിയാം, പട്ടാളക്കാരായതുകൊണ്ട് ചിലർക്ക് അവരുടെ സേവയുമായി ബന്ധപ്പെട്ട് അവരുടെ ജോലിയിൽ ചിലപ്പം പട്ടാളക്കാരന് ഒരാളെ വധിക്കേണ്ട പാർട്ടാണുള്ളതെങ്കിൽ അത് ചെയ്യേണ്ടി വരും. മിലിറ്ററിയിലുള്ളവർക്ക് യുദ്ധമെല്ലാം ചെയ്യണമല്ലോ. അപ്പം അതവരുടെ ജോലിയുടെ ഭാഗമാണ്. എന്നാൽ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. എന്നാലേ നിങ്ങളുടെ ജീവിതമാകുന്ന തോണി അക്കരെ എത്തൂ. ഈ പഴയ ലോകത്തിൽ നിങ്ങൾക്ക് എന്താണുള്ളത്? നമുക്ക് പുതിയ ലോകത്തെ കാണണം. ഇപ്പോൾ ശ്രീമതത്തിലൂടെ പുതിയ ലോകത്തിന്റെ സ്ഥാപന നടക്കണം. ബാബ പറയണ ഇവിടെ പഠിപ്പിനാണ് പ്രാധാന്യം, അല്ലാതെ ആശീർവാദത്തിന്റെ കാര്യമൊന്നുമില്ല. ഒരു അധ്യാപകനോട് ഏതെങ്കിലും വിദ്യാർത്ഥി പറയോ, എന്നെ അങ്ങ് ആശീർവദിച്ചേക്കൂ, ഞാൻ അങ്ങ് ജയിക്കിച്ച് മുന്നിലെത്തും? ഇല്ല. അധ്യാപകൻ പഠിപ്പിക്കും. പഠിക്കേണ്ടത് കുട്ടികളാണ്. പഠിച്ചാലേ പദവി കിട്ടൂ. ഇവിടെ അത് തന്നെയാ. അല്ലാതെ ബാബയോട് പറയരുത്, ബാബ എനിക്കങ്ങ് ആശീർവാദം തരൂ. ബാബ എന്താ പറയണേ? ഞാൻ പഠിപ്പിക്കും, നിങ്ങൾ പഠിക്കൂ, ഞാനത് ധാരണയിൽ കൊണ്ടുവരൂ, എന്നാൽ ഉയർന്ന പദവി കിട്ടും. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ രജിസ്റ്റർ നോക്കണം. ഞാൻ എങ്ങനെ പഠിക്കുന്നുണ്ട്, എത്രത്തോളം ജ്ഞാനത്തെ ധാരണ ചെയ്യുന്നുണ്ട്. ചിലർ വളരെ മധുര സ്വഭാവക്കാരായി മാറുന്നുണ്ട്. അവരെല്ലാ കാര്യത്തിലും സന്തുഷ്ടരായിരിക്കും. ബാബ പറയുകയാണ്, നിങ്ങൾ പരസ്പരം ചോദിക്കണം, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കൂ. പക്ഷേ നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്നവർക്ക് നിശ്ചയം വേണം, ഞാൻ ആത്മാവാണ്, ഞാൻ എന്റെ ആത്മസഹോദരനോടാണ് ചോദിക്കുന്നത്, ഈ ശരീരത്തിലൂടെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഞാൻ ആർക്കും ദുഃഖം നൽകിയില്ലല്ലോ. അച്ഛൻ ഒരിക്കലും ഒരാൾക്കും ദുഃഖം കൊടുക്കില്ല. അതുകൊണ്ട് ഈ അച്ഛന്റെ മക്കളായി നിങ്ങളും ആർക്കും ദുഃഖം കൊടുക്കരുത്. സുഖധാമത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന അച്ഛനാണിത്. അതുകൊണ്ടാണ് ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്ന അച്ഛൻ എന്ന് ബാബയെക്കുറിച്ച് പറയുന്നത്. അതിനാൽ നിങ്ങളും എല്ലാവർക്കും സുഖം നൽകണം. ഒരാളോടും മോശമായ വാക്കുകൾ പറയരുത്. ഒരിക്കലും നിയമം കയ്യിലെടുക്കരുത്. നിങ്ങളുടെ ജോലിയാണ് ബാബയോട് പറയാം, ബാബയ്ക്ക് റിപ്പോർട്ട് തരാം. പക്ഷെ നിങ്ങൾ മധുരമായി മാത്രമേ പെരുമാറാവൂ. എത്രത്തോളം മധുരമായി നിങ്ങൾ മാറുന്നു, മധുരമായ വാക്കുകൾ സംസാരിക്കുന്നു, അത്രത്തോളം നിങ്ങളിലൂടെ അച്ഛന്റെ പ്രത്യക്ഷതയാണ് നടക്കുന്നത്. കാരണം നിങ്ങളുടെ അച്ഛനായ ഞാൻ സ്നേഹത്തിന്റെ സാഗരമാണ്. അതുകൊണ്ട് നിങ്ങളും സ്നേഹത്തോടുകൂടി വേണം മറ്റുള്ളവരോട് സംസാരിക്കാൻ. അങ്ങനെ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് വിജയമുണ്ടാകും. ബാബ പറയണം, എന്റെ ഓമന മക്കളെ, ഒരിക്കലും ആർക്കും ദുഃഖം നൽകരുത്. പക്ഷെ വളരെയധികം എന്റെ മക്കള് തലകീഴായ തെറ്റുകൾ ചെയ്തു നടക്കുന്നു. ഏഷണി പറയുക, അസൂയപ്പെടുക, പരിഹസിക്കുക, ഇതും വികർമ്മങ്ങളാണ്. ബാബ പറയുന്നു, ആരാണോ വളരെ വിശ്വസ്തര്, സർവീസബിളായ കുട്ടികൾ, തീർച്ചയായും അവർ ബാബയ്ക്ക് മധുരമായി തോന്നും. അവർക്ക് ബാബ സ്നേഹത്തോടെ ലാളന നൽകും. ബാക്കിയുള്ളവർക്ക് സ്നേഹത്തോടുകൂടിയ ലാളന ബാബയിൽ നിന്ന് കിട്ടുകയില്ല. അപ്പോ ചിലര് പറയും, കണ്ടോ, ഇവരെ മാത്രം ബാബ പ്രത്യേകം പരിഗണന നൽകുന്നു, ഇവർ വലിയ ആളായതുകൊണ്ടായിരിക്കുമോ ഇവർക്ക് പ്രത്യേകം പരിഗണന കൊടുക്കുന്നത്? ഇങ്ങനെ ചിലർ വലിയ നഷ്ടമുണ്ടാക്കുന്നു. തലകീഴായ കാര്യങ്ങൾ ചെയ്ത് ദോഷിയാകുന്നു. വാർത്തകളൊക്കെ ബാബയുടെ അടുത്ത് വരാറുണ്ട്. ചിലരുടെ കുറിച്ച് റിപ്പോർട്ട് വരുന്നുണ്ട്, ഈ ഇന്നയാൾ ബാബയുടെ അടുത്ത് വന്നിട്ടും പുകവലി ഉപേക്ഷിച്ചിട്ടില്ല. ബാബ പറയുന്നു, എനിക്ക് ആ കുട്ടികൾക്ക് മനസ്സിലാക്കി തരേണ്ടി വരികയാണ്, യോഗബലത്തിലൂടെ വിശ്വത്തെ പാവനമാക്കാമെങ്കിൽ നിങ്ങൾക്കൊരു പുകവലി ഉപേക്ഷിക്കാനാണോ ബുദ്ധിമുട്ട്? അച്ഛനായ എന്നെ ഓർമ്മിക്കൂ, ബാബ അവിനാശി സർജനാണ്. എല്ലാ ദുഃഖങ്ങളും ദൂരെയാക്കുന്ന തരത്തിലുള്ള മരുന്ന് ഞാൻ നിങ്ങൾക്ക് തരാം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം
തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ദേഹാഭിമാനത്തിൽ വന്ന് പരസ്പരം ബുദ്ധിമുട്ടുകൾ നൽകരുത്. എല്ലാ കാര്യത്തിലും സന്തുഷ്ടരായിരിക്കണം. ഒരിക്കലും ഏഷണി കൂട്ടുന്ന ഒരു കാര്യവും ചെയ്യരുത്. ആരെയും പരിഹസിക്കുകയോ ആരോടും അസൂയപ്പെടുകയോ ചെയ്യരുത്. ആർക്കും ദുഃഖം നൽകരുത്. പരസ്പരം വളരെ മധുര സ്വഭാവത്തോടെ പാലിനു പോലെ നന്നായി ഇടപഴകണം. അതിരാവിലെ ഉണർന്ന് സ്നേഹത്തോടെ അച്ഛനെ ഓർമ്മിക്കണം. സ്വയത്തോട് സംസാരിക്കണം. വിചാരസാഗരമഥനം ചെയ്ത് ബാബയോട് നന്ദി പറയണം. വരദാനം: ബ്രാഹ്മണ ജീവിതത്തിൽ അച്ഛനിലൂടെ പ്രകാശത്തിന്റെ കിരീടം പ്രാപ്തമാക്കുന്ന മഹാനായ ആത്മാവായി ഭവിക്കട്ടെ. സംഗമയുഗി ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷതയാണ് പവിത്രത. പവിത്രതയുടെ അടയാളം പ്രകാശത്തിന്റെ കിരീടമാണ്. ഈ കിരീടം ഓരോ ബ്രാഹ്മണർക്കും ബാബയിലൂടെ പ്രാപ്തമാകുന്നു. പവിത്രതയുടെ ഈ പ്രകാശ കിരീടം അധികാരത്തിന്റെ അടയാളമായ രത്നം പതിപ്പിച്ച കിരീടത്തെക്കാളും ശ്രേഷ്ഠമാണ്. മഹാനായ ആത്മാവ്, പരമാത്മ ഭാഗ്യം സിദ്ധിച്ച ആത്മാവ്, ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ ആത്മാവ്, അവരുടെ അടയാളമാണ് പവിത്രതയുടെ കിരീടം. ബാബ്ദാദ ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ തന്നെ ഓരോ ബ്രാഹ്മണനും നൽകുന്ന വരമാണ് പവിത്രരായി ഭവിക്കട്ടെ. ഈ പവിത്ര ജീവിതത്തിന്റെ അടയാളമാണ് പ്രകാശകിരീടം. സ്ലോഗൻ: പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ ഇച്ഛകളാൽ പരവശരായ ആത്മാക്കളുടെ വിഷമങ്ങളെ ദൂരീകരിക്കൂ. ഓം ശാന്തി.